അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ പുതിയ സൂറത്താണ് ഇന്ന് ആരംഭിക്കുന്നത്. സൂറത്തുൻ നിസാ, 4-ാമത്തെ സൂറത്താണ് സൂറത്തുൻ നിസാ. അപ്പോൾ അതിൽ 1-ാമത്തെ ആയത്തും നോക്കാം, ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس اتقوا ربكم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സൂറത്തുൻ നിസാ ആണ്, പുതിയൊരു സൂറത്ത് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ നിസാ, സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തുടർന്നും വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ സൂറത്തിന് സൂറത്തുൻ നിസാ എന്ന് പേര് വരാൻ കാരണം എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഇൻഡെക്സ്, അതിൻ്റെ അധ്യായങ്ങൾ മാത്രം ഒരാളിങ്ങനെ വായിക്കുകയാണെങ്കിൽ, പൊതുവെ ഇസ്ലാമിൽ സ്ത്രീകൾക്കൊരു അവഗണന ഉണ്ട് എന്നൊരു പ്രചാരണം നാട്ടിലുണ്ട്. അപ്പം അത് മരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആദ്യത്തെ ഫാത്തിഹ പ്രാരംഭ അധ്യായം, പിന്നെ ബക്കറ, അത് കഴിഞ്ഞ് ആലിമ്രാൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിസാ, സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഖുർആൻ്റെ ഇൻഡെക്സ് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. പിന്നെ വിശുദ്ധ ഖുർആനിൽ 2 അധ്യായങ്ങളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും എന്ന് പറഞ്ഞ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന 2 അധ്യായങ്ങളാണ്. ഒന്ന് സൂറത്തുൻ നിസാ ആണ്, മറ്റൊന്ന് 22-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ ഹജ്ജ്. അപ്പോൾ സൂറത്തുൻ നിസായിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്, അത് എന്താണ്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, സൃഷ്ടിപ്പ്, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്, സംരക്ഷകനാണ് എന്ന നിലക്ക് പറഞ്ഞുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്, അവനെ ആരാധിക്കണം എന്നാണ്. അവിടെ പറയുന്നത് പരലോകത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിചാരണയുണ്ട്, ഒരു തിരിച്ചുവരവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ പേടിച്ച് ജീവിച്ചുകൊള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ മഹാന്മാരായ ഇബ്നു ജരീറിനെ പോലുള്ള മഹത്തുക്കളായിട്ടുള്ള മുഫസ്സിരീങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സൂറത്തിൽ ചില വചനങ്ങളുണ്ട്. അദ്ദേഹം 4 വചനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ വചനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, വളരെയധികം നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന വചനങ്ങളാണ് ആ വചനങ്ങൾ എന്നുള്ളതാണ്. അപ്പം അതിൽ ഒന്ന് പിന്നെ ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങൾ വൻപാപങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ ചെറുദോഷങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും
നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് തുടങ്ങുന്ന 4 വാക്യങ്ങൾ. ചില ആളുകൾ അതിൻ്റെ കൂടെ 3 വാക്യങ്ങളുടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ആയത്തുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം സമാധാനവും സമാശ്വാസവും നൽകുന്ന വചനങ്ങളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പം ഇങ്ങനെ പല പ്രത്യേകതകളുമുള്ളൊരു കാര്യമാണ്. പിന്നെ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്ത് നിസാ എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള പല പ്രത്യേകതകളും ഈ അധ്യായത്തിനുണ്ട്. അപ്പം അതിലെ 1-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. യാ അയ്യുഹന്നാസു ഉത്തഖൂ റബ്ബക്കും. ഇവിടെ ആദ്യം അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണമെന്നാണ്. ഇപ്പം ഈ രക്ഷിതാവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ രക്ഷിതാവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്, അവൻ ആരാധിക്കണമെന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം കൂടെ അള്ളാഹു കൂടെ ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അത് യാ അയ്യുഹന്നാസു ഉത്തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. അപ്പം നമ്മളെ സൃഷ്ടിക്കുക എന്ന വലിയ അനുഗ്രഹം, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ധാരാളമാണ്. അതിലൊരു അനുഗ്രഹമാണെന്ത്, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പോൾ സൃഷ്ടിച്ചു എന്നുള്ളത് ഖലഖ എന്നുള്ള വാക്കിൻ്റെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. അതായത് ഒരു ശുദ്ധ ശൂന്യതയിൽ നിന്ന് ഒരു മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നതിനാണ് എന്ത് പറയാം, ഖലഖ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. 3 തരം കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. മറ്റതൊക്കെ വേറെ വേറെ പറയും. ഇപ്പോൾ ബദീഅ എന്ന് പറയുമ്പോൾ നൂതനമായി സൃഷ്ടിച്ചവൻ, മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ഈ പറയുന്ന എല്ലാ സൃഷ്ടിപ്പിൻ്റെ രൂപങ്ങളും ഒന്നിച്ചുൾക്കൊള്ളുന്ന ഒരു പദമാണ് ഖലഖ എന്ന് പറയുന്ന പദം. അപ്പം അല്ലാഹു നമുക്ക് തന്ന എല്ലാ കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണ്. ഖലഖക്കും എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് മാത്രമല്ലല്ലോ, അള്ള സൃഷ്ടിച്ചിട്ടുള്ളൊരു സൃഷ്ടിക്ക് അത് നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണം അവൻ നൽകണം. അപ്പോൾ ഖലഖക്കും എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, റസഖക്കും എന്നുണ്ട്. അല്ലാതെ എങ്ങനെ നിലനിൽക്കുക? സൃഷ്ടിച്ച ആ സൃഷ്ടിക്ക് നിലനിൽപ്പിന് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അത് നൽകണം. ഇപ്പം നമുക്കൊരു ആലോചിച്ചറിയാൻ പറ്റും, ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇവന്റ് മാനേജ്മെൻറ്റിൽ. ഇപ്പം നമ്മളൊരു പരിപാടി നടത്തുകയാണെങ്കിൽ ആ പരിപാടിക്ക് അനുസരിച്ച് കൊണ്ട് ഉള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും മിക്കവാറും പരിപാടികളിലൊക്കെ പരാജയങ്ങളും പരാതികളും വരാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ ചെയ്യേണ്ട സംവിധാനങ്ങൾ ആ സമയത്തിനും സന്ദർഭത്തിനും ആവശ്യമായതൊക്കെ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഭൂമിയെ അള്ളാഹു സംവിധാനിക്കുകയും അതിൽ ജീവിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളുടെയും അവസ്ഥകൾ മനസ്സിലാക്കി, സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവയ്ക്ക് ഇവിടെ ജീവിച്ചു പോകുമ്പോൾ ജീവിതത്തിനൊരു ബുദ്ധിമുട്ടും വരാത്ത വിധം ഈ സാഹചര്യങ്ങളെ മുഴുവനും അനുകൂലമാക്കുക. വൽ അർള വളഅഹ ലിൽ അനാം, മനുഷ്യന് വേണ്ടി ഭൂമിയെ അള്ളാഹു എന്ത് ചെയ്തു, സംവിധാനിച്ചു. അപ്പോൾ മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നൽകി. ഇപ്പൊ ഖലഖക്കും എന്ന് പറയുമ്പോൾ വറസഖക്കും വറബാക്കും ബിനിഅമഹിൽ അദീമ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ട് അവൻ നിങ്ങളെ വളർത്തി നിങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സൃഷ്ടിപ്പും ഈ സംരക്ഷണങ്ങളുമെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ അനുഗ്രഹങ്ങൾ തന്ന നിങ്ങളുടെ സൃഷ്ടാവിനെ, ജനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അപ്പം ഇവിടെ അഭിസംബോധന മുഴുവൻ ജനങ്ങളെയുമാണ്. മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഒന്ന് യാ ബനി ആദം എന്നാണ്. ആദമിൻ്റെ സന്തതികൾ. ആദമിയ് എന്ന് പറയും മനുഷ്യന്. ആദമിയ്, ആദമിൽ നിന്നുണ്ടായവൻ എന്ന അർത്ഥത്തിൽ ആദമിയ് എന്ന് പറയും. അപ്പം അതേപോലുള്ള പൊതുവായ ഒരു പ്രയോഗമാണെന്ത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. തഖ്വ എന്നുള്ളത് നമ്മൾ എപ്പോഴും പഠിച്ചൊരു വാക്കാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനാ വിരോധങ്ങളെ ശരിക്കും പാലിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ആയത്ത് ഇനി വിശദീകരിക്കുമ്പോൾ അത് വരുന്നൊരു പാർട്ടാണ്
എന്താണ് തസാഅലു നബി, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയില്ലേ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങ് ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് അള്ള വേണം. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധങ്ങളും പാലിക്കുന്നിടത്ത് നിങ്ങൾക്ക് ആ ശ്രദ്ധ ഇല്ല എന്നാണ്. അള്ളാഹുവിനെ നമുക്ക് ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് അള്ള വേണ്ട സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ട് അള്ള തരുന്നില്ല, എന്തുകൊണ്ടെന്ന് ചോദിച്ചു ഉത്തരം അതൊക്കെ നമ്മൾ പരാതി പറയും. എന്നാ അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധങ്ങളെ എത്രമാത്രം കൃത്യതയോടുകൂടെ നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? അപ്പൊ എന്തിപ്പോ പടച്ചോനോട് ഇങ്ങനെ ചെയ്തു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിഷേധത്തിന്റെ ചോദ്യം. അപ്പോഴൂടെ നമ്മൾ ചോദിക്കുക, നിങ്ങളൊക്കെ എത്രമാത്രം അള്ളാഹുവോട് അവന്റെ കൽപ്പനാവിരോധങ്ങളിൽ പ്രതിബദ്ധത പുലർത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ? എല്ലാ മാസം കൊണ്ടുപോയി ലോൺ അടക്കുന്ന ആൾക്കാരെ കാര്യം വളരെ കൃത്യമായിട്ട് പലിശ എണ്ണി കണക്കാക്കി കൊണ്ടേ കൊടുക്കുന്നുണ്ടാവും. എന്നാ അള്ളാഹിന് കിട്ടുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭയങ്കരമായ പരാതിയും ഭയങ്കരമായ ബുദ്ധിമുട്ടുമാണ് പറയാൻ. അപ്പൊ നമ്മൾ എത്രമാത്രം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രതിബദ്ധത പുലർത്തുന്നു, അതാണ് തഖ്വ എന്ന് പറഞ്ഞത്. അപ്പൊ ആ തഖ്വ ഉണ്ടാകുവാൻ പ്രധാനമായി വേണ്ട ഒരു കാര്യം ഇതിന്റെ തുടക്കത്തിൽ വന്ന ആയത്ത് നിലക്ക് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തന്നു എന്നത് തന്നെയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തഖ്വ ചെയ്യണം. റബ്ബക്കും. അപ്പൊ ഇത് മുഴുവൻ ജനങ്ങളോടും പറയാൻ പറ്റിയ ഒരു കാര്യമാണ്, ഒരാളും നിഷേധിക്കാത്ത കാര്യമാണ്. നീ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നൊരാളോട് പറയുമ്പോൾ എനിക്കെന്താ അതിന് ബാധ്യത? എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അല്ലാന്ന് ആരെങ്കിലും പറയോ? ഏതെങ്കിലും ഒരാൾ പറയൂ എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ല എന്ന് ആരെങ്കിലും പറയൂ? ആരും പറയില്ല. ഇനിയിപ്പോ ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ പറഞ്ഞാൽ പോലും 100% സത്യസന്ധമായി പറയില്ല. കാരണം അല്ല സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് അതിനേക്കാളും തൃപ്തികരമായ ഒരു ഉത്തരം വേണ്ടേ? അല്ല എന്നെ സൃഷ്ടിച്ചതെന്ന് ഒരാൾ പറഞ്ഞോട്ടെ, എങ്കിൽ ആരോ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനേക്കാളും നല്ലൊരു ഉത്തരം അതിനുണ്ടോ? അള്ളാഹു അല്ല എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്നവന് തന്നെ സൃഷ്ടിച്ചത് മറ്റാരോ ആണ് എന്നത് ഇതിനേക്കാളും യുക്തിപൂർവമായി തെളിയിക്കാൻ പറ്റുന്ന മറ്റൊരാളുണ്ടോ? അങ്ങനെ ഒരു ഉത്തരം ഇല്ലാത്തിടത്തോളം കാലം ഈ നിഷേധത്തിന് എന്തില്ല? ഒരു ന്യായമില്ല എന്നുള്ളതാണ്. ന്യായമല്ല. വേറെ എന്ത് പറഞ്ഞാലും അതിനൊക്കെ 100 ചോദ്യങ്ങൾ നമുക്ക് വേറെ ചോദിക്കാനുണ്ട്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതൊരു അംഗീകരിക്കാവുന്നൊരു ഉത്തരമാണ്. അപ്പൊ അതെല്ലാവരും ഇവിടെ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ് പറഞ്ഞത്. എല്ലാവരോടും പറയാൻ പറ്റും, നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് ആരോടും പറയാൻ പറ്റും. നിങ്ങളെ സൃഷ്ടിച്ചവരായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. പിന്നെന്താണ് അടുത്ത് പറഞ്ഞത്? അപ്പോൾ എന്തുകൊണ്ട് ആരാധിക്കണം, എന്തുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂക്ഷിക്കാനും ആരാധിക്കാനും പറയുന്നത്. എന്നിട്ട് എന്താണ്? മിൻ നഫ്സിൻ വാഹിദ, മിൻ നഫ്സിൻ വാഹിദ. എന്താണ്? ഒരേ ആത്മാവിൽ നിന്ന്, ഒരേ ആളിൽ നിന്ന്, ഒരേ വ്യക്തിയിൽ നിന്ന്. ഈ നഫ്സ് എന്ന് പറയുന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നഫ്സ് ആദമിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച ഒരു തത്വമാണ്. അതുകൊണ്ട് മുഴുവൻ മനുഷ്യന്മാരുടെയും പിതാവ്, ഉത്ഭവ കേന്ദ്രം ആദം നബി അലൈഹിസ്സലാമാണെന്ന് പറയാം, ഉറപ്പിച്ചു പറയാൻ പറ്റും, യാതൊരു സംശയമല്ല. അപ്പോ മിൻ നഫ്സിൻ വാഹിദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരേ ശരീരത്തിൽ നിന്ന്, ഒറ്റ ശരീരത്തിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. വഖലക മിൻഹ സൗജഹ, എന്നിട്ട് ആ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്തു? അതിൻ്റെ ഇണയെയും എന്ത് ചെയ്യും? സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സൂക്ഷിക്കുവിൻ. വഖലക മിൻഹ സൗജഹ, അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ പ്രയോഗത്തിന്റെ പ്രത്യേകത? അത് പറയേണ്ടതുണ്ട്. അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്തു? ഇണയെ സൃഷ്ടിച്ചു. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആരുന്ന? ആദമിൽ നിന്ന് തന്നെ ആദം നബിക്കുള്ള ഇണ ഹവ്വയെ സൃഷ്ടിച്ചു എന്നാ പറയണം. അപ്പോൾ
ആദം നബിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്നത് വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് വ്യക്തമായി പറയാൻ പറ്റുന്ന തെളിവുകളുടെ ചെറിയൊരു അഭാവമുണ്ട്. എന്നാലും എല്ലാ തെളിവുകളും ഏറ്റവും പ്രധാനമായി സ്ഥാപിക്കുന്നത് അതുതന്നെയാണ്. ചില ആധുനികരായ വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താ വെച്ചാൽ ഹലക്ക മിൻഹ സൗജഹ എന്ന് പറഞ്ഞാൽ അതേ ജിൻസിൽ നിന്ന്, അവിടെ നഫ്സ് എന്നുള്ളതിന് അവർ അർത്ഥം കൊടുത്തത് ജിൻസ്, ഇത് മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്ന അർത്ഥം പറയുന്നുണ്ട്. അതെന്തായാലും ശരി തന്നെയാണ്. ആദമിൽ നിന്ന് സൃഷ്ടിച്ചാലും മനുഷ്യവർഗത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയാൻ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ സാധാരണ ആദമിൻ്റെ വാരിയലിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്ന് പറയും. സത്യത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നത് ബൈബിളിലാണ്. ബൈബിളിൽ വ്യക്തമായി എന്ത് ചെയ്യുന്നുണ്ട്, ആദം നബിയുടെ വാരിയലിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബൈബിളിനെ ഒരു പ്രമാണമായി സ്വീകരിക്കാത്തത് കൊണ്ടും ബൈബിളിൽ പറഞ്ഞൊരു കാര്യം വിശ്വസ്തമാണെന്ന് നമുക്ക് തെളിവല്ലാത്തത് കൊണ്ടും നമുക്ക് അതിനെ അവലംബിച്ചുകൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു ഹദീസ് ഉണ്ട്, എന്താണ്, പിന്നെ സ്ത്രീകളെ എന്താണ് പിന്നെ വാരിയൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. അപ്പം ആ വാരിയൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഹദീസ് പൂർണ്ണമായി വായിക്കുമ്പോൾ എന്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു പ്രതീകാത്മകമായി പറഞ്ഞ കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ചില സ്വഭാവങ്ങൾ അവർക്കുണ്ടാകും, അത് മാറ്റാൻ വേണ്ടി വല്ലാതെ പണിയെടുത്താൽ എന്ത് ചെയ്യും, പൊട്ടിപ്പോകും എന്ന ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഈ ആശയങ്ങളെയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ ആദം നബിയുടെ വാരിയലിൽ നിന്നാണ് എന്താണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്ന ആശയത്തെ സ്ഥാപിക്കത്തക്ക വിധത്തിലുള്ള തെളിവ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കുകയും ചെയ്യും എന്നാണ് പൊതുവായി വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകും. ഇതിലുള്ള ഏറ്റവും വലിയൊരു തത്വം എന്താണെന്ന് വിചാരിച്ചാൽ, അതൊരു അനുഗ്രഹമായി എടുത്തു പറയുമ്പോൾ അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാന ഘടകം അവൻ ഇണയായി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ട പ്രായത്തിലേക്ക് കടക്കുന്നതോടുകൂടെ പിന്നെ അവൻ ഒറ്റയ്ക്ക് ജീവിക്കണില്ല, അവൻ എന്താണ് ഇണയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഇണയായി ജീവിക്കാവുന്ന വിധത്തിലാണ് അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിടുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ഒരു കാര്യത്തിലും പൂർണ്ണത നേടാൻ പറ്റൂല ആര് കൂടല്ലാതെ, ഒരു ഇണ കൂടെ ഇല്ലാതെ പറ്റില്ലെന്നതാണ്. അപ്പം അള്ളാഹ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ വെച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഏതെന്ന് പറഞ്ഞാൽ, ഇണകളായി ആണിന് പെണ്ണും പെണ്ണിനാണും ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് അത്രയും പ്രധാനം. സാധാരണ പറയാറുണ്ട്, വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ചാരി നിൽക്കാനൊരു തൂണും, വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അതൊന്ന് പറഞ്ഞു തീർക്കാൻ ഒരാളും എന്ന് പൊതുവേ പറയാറുണ്ട്. അതാണ് സത്യത്തിൽ എന്താ വെച്ചാൽ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ, വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ചാരി നിൽക്കാൻ ഒരിടവും, വല്ലാതെ ഇടങ്ങേറാകുമ്പോൾ പറഞ്ഞു തീർക്കാൻ ഒരാളും എന്നത് ദാമ്പത്യത്തിൽ. അതുകൊണ്ടാണ് ലിതസ്കുനു ഇലൈഹ, മനസ്സമാധാനവും സന്തോഷവും ദാമ്പത്യത്തിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ മിക്കവാറും ആളുകൾ എന്താ വെച്ചാൽ ഒന്നിച്ച് ജീവിക്കണമെന്നല്ലാതെ അത് യഥാർത്ഥത്തിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയാത്ത ഹതഭാഗ്യരാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലം. ഇപ്പം എനിക്കൊരു സ്ഥലത്തൊരു പ്രഭാഷണം ഉണ്ട്, കുറച്ച് ദീർഘിച്ച ഡേറ്റാണ്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് എവിടുന്നോ ഒരു നമ്പർ എടുത്തിട്ട് ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗത്തിൽ കാര്യമായിട്ട് പറയേണ്ടത് അവിഹിതത്തെക്കുറിച്ചാണെന്ന്. എൻ്റെ ഭർത്താവൊക്കെ അവിടെ വരുന്നതാണ് എന്നോട് കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, എങ്ങനെയാണ് മനസ്സിൽ വേറെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വേറൊരു പുരുഷനെ വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ദാമ്പത്യം അനുഭവിക്കാൻ പറ്റും? കാരണം തൻ്റെ കൂടെയുള്ളവനിൽ മനസ്സും ശരീരവും കേന്ദ്രീകരിക്കാത്ത ഒരാൾക്കും ദാമ്പത്യത്തിൻ്റെ ഒരു സുഖവും അനുഭവിക്കാൻ പറ്റൂല, അതിൽ യാതൊരു സംശയവുമില്ല. അത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് വേണ്ടിയുള്ളവരാണ് അവർ,
മനസ്സിലായി? അതാണ് ഏറ്റവും പ്രധാനം. അപ്പം അത് അങ്ങനെയുള്ള ആ സൃഷ്ടിപ്പ് അള്ള നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇണയെ തന്നു എന്നത് അള്ള തന്ന മഹാനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പിന്നെ ഹലക്ക മിൻഹ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, എന്തിൽ നിന്നാണോ വന്നത് അതിനോടൊരു ബന്ധം എപ്പോഴും ഉണ്ടാകുമെന്നാണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾക്ക് എന്താണ്, ആണും പെണ്ണുമാണെങ്കിലും ഒരു വർഗപരമായ, നമ്മൾ ഒന്നിൽ നിന്നാണ് വന്നത് എന്ന ഒരു ആത്മബന്ധമുണ്ട് എന്ന്. ആ ആത്മബന്ധം വെച്ചത് എന്തിനാച്ചാൽ നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം, അപ്പോൾ നമ്മൾ ഒരേ രാഷ്ട്രീയക്കാരാണ്, അപ്പം നമുക്കൊരു ഇഷ്ടം തോന്നൂലേ? അല്ലേ? നമ്മൾ ഒരേ പ്രദേശത്ത് താമസിക്കുന്നവരാണ്, നമുക്കൊരു ഇഷ്ടം തോന്നൂലേ? അല്ലെങ്കിൽ നമ്മൾ ഒരേ പ്രൊഫഷനാണ്, അപ്പം നമുക്കൊരു ഇഷ്ടം തോന്നൂലേ? എന്നതുപോലെ നമ്മൾ മനുഷ്യരാണ്, ഒരു വ്യക്തിയിൽ നിന്ന് വന്നതാണ്. മിൻ നഫ്സിം വാഹിദ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും തമ്മിൽ ഒരു ആത്മബന്ധം അതുമൂലമുണ്ടാകുന്നു എന്നതുകൂടെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിൻ നഫ്സിം ഖലഖ മിൻഹാ സൗജഹ, മിൻ നഫ്സിം വാഹിദ, ഒരേ നഫ്സിൽ നിന്ന്, ഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന് അതിൻ്റെ ഇണയും സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യങ്ങളിലും ആശ്രയിക്കാവുന്ന, സമാധാനിക്കാവുന്ന ഒരു വശമാണ്. അപ്പോൾ ആണിനെ സൃഷ്ടിച്ചു, ആണെന്ന് പെണ്ണിനെ സൃഷ്ടിച്ചു, പിന്നെ ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആണിനെ സൃഷ്ടിച്ചു, ആണിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചു, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും മിൻഹുമ, അവരെ രണ്ടുപേരിൽ നിന്നും റിജാലൻ കസീറൻ വനിസാഅ, ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവരിൽ നിന്നാണ് പിന്നെ ലോകത്ത് ഇത്രയും അധികം മനുഷ്യന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചു വന്നത്, അതിൽ നിന്നാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇണകൾ, ദാമ്പത്യം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം, അതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒക്കെ നമ്മളെ എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ സൃഷ്ടിപ്പിൽ അനുഗ്രഹം ചെയ്തിട്ടുള്ള അള്ളാഹുവിനോട് നമുക്ക് കടപ്പാടും ബാധ്യതകളുമുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയോ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, വത്തഖുല്ലാഹ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അല്ലദീ, ഇനി വീണ്ടും പറയാം, നേരത്തെ പറഞ്ഞ നേരത്തെ വത്തഖു, നിങ്ങൾ അള്ളാഹിനെ, നിങ്ങൾ രക്ഷിതാവിനെ സൂക്ഷിക്കണം തന്നെയാണ്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, ഏതൊരുവന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഏതൊരുവനെ മുൻനിർത്തി അള്ളാഹുവാണ് ഞാൻ അങ്ങനെ ചെയ്യും, അള്ളാനെ വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ചെയ്തോണ്ട. അപ്പോൾ എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ള ആശയം? എന്താണ്? അള്ളാഹുവിന് അത്രയും മഹത്വവും അള്ളാഹുവിന് അത്ര കഴിവും അളുമത്തും ഉള്ളത് കൊണ്ട് അള്ളാനേന്ന് പറയുമ്പോൾ ഒരു ബേജാറുണ്ടാവും, ഇതിൻ്റെ കാര്യം എന്തായാലും എന്ത് ചെയ്യും? നടക്കും. അള്ളാൻ്റെ പേര്, ഞാൻ അള്ളാൻ്റെ പേര് ചോദിക്കണം എന്നോട്, അത്ര ഇടങ്ങേറായിട്ടാണ് ഞാൻ എന്നോട് പറയണത്. അപ്പം അള്ളാൻ്റെ പേര് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അള്ളാഹുവിനെ അത്രയും വ്യാപകമായി ഈമാനുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്? നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരമുള്ള ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും ആവശ്യങ്ങളിലുമെല്ലാം നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നുണ്ട്. ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ കാര്യം നേടാനൊക്കെ അള്ളാഹിൻ്റെ പേര് പറയും. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നിടത്ത് എന്തില്ല? ആ സൂക്ഷ്മതല്ല. അപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് ചോദിക്കണവരും പറയണമൊക്കെ ചോദിക്കുക, ഞാൻ പ്രാർത്ഥിച്ചു കിട്ടുന്നില്ല, എനിക്കിപ്പോൾ തന്നെ പടച്ചോനെ പറ്റി എന്തൊക്കെ എനിക്ക് തോന്നുകയാണ് എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ തൽക്കാലം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ഹൈറും ഷെറും കള്ളാ ഖദറും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഓൾക്ക് വിഷമം ഉണ്ടാകുമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. പടച്ചോൻ ചോദിച്ചിട്ട് തരില്ല നിങ്ങൾ പറയണ്ടല്ലോ, പടച്ചോൻ പറഞ്ഞൊക്കെ അപ്പോൾ നമ്മൾ കേൾക്കണ്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ എന്തുണ്ടായി? അത് ഖലാസായി അല്ലേ? അവിടെ തീരാവുന്നതേ ഉള്ളൂ, ആ പ്രശ്നമുള്ളൂ.
പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കലില്ല, അങ്ങനെ ആരും ചോദിക്കില്ല. കാരണം ഇടങ്ങാറായി വരുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ സത്യത്തിൽ ഏറ്റവും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തിപ്പോൾ പടച്ചോൻ ഇക്കോലത്തിൽ ഇന്നെ ആക്കിയത്, ഇങ്ങനത്തെ ഒരു അസുഖം എനിക്ക് എന്താ തന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ പടച്ചോൻ പറഞ്ഞത് എത്രമാത്രം. ഇത് ഇമാം സഅദി, നാസിർ സഅദി ശരിക്കും എടുത്തു പറയുന്നുണ്ട് ഇതിൻ്റെ കാര്യം. പടച്ചോനെ അവനാൻ്റെ കാര്യത്തിൽ പടച്ചോനെ ഉപയോഗപ്പെടുത്തും, പടച്ചോനത് കിട്ടാത്തതിനൊക്കെ പരാതി പറയും. നമ്മൾ എത്രമാത്രം അതിൽ സൂക്ഷിക്കുന്നുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അവിടെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിൽ പെട്ടത് തന്നെയാണ് വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുകയെന്നാണ് കേട്ടോ. കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധികമൊന്നും വേണ്ട, ഒറ്റ ഹദീസ് മതി. എന്താ? അള്ളാഹുവിൻ്റെ ഏകത്വം സാക്ഷ്യം വഹിക്കുക, നിസ്കരിക്കുക, നോമ്പ് വിൽക്കുക, സക്കാത്ത് കൊടുക്കുക ഒക്കെ ചെയ്ത് എന്നിട്ട് മാതാപിതാക്കളെ വിഷമിപ്പിക്കുകയും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ അവന് സ്വർഗമുണ്ടെന്നാണ് ഹദീസിലുള്ള നബിസ്വല്ലല്ലാഹു പറഞ്ഞൊരു ഹദീസ്. അപ്പോൾ നിസ്കരിക്കും നോമ്പുകൾക്കും ഒക്കെ ചെയ്താലും അവിടെ ഒരു നിബന്ധന ഉണ്ട്. എന്ത്? വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തണ്ടാവണം എന്ന ഒരു നിബന്ധനയുണ്ട്. അതുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോവുള്ളൂ. എൻ്റെ അടുത്തൊരു താരാറ് മാത്രമേ ഉള്ളൂ. വാപ്പാനായിട്ട് ഉമ്മാൻ്റെ നല്ലനിലക്ക് നിൽക്കാൻ കഴിയൂല, ബാക്കിയൊക്കെ ഞാൻ കറക്റ്റാണ്, ഞാനാണ് ഈ പള്ളി ഉണ്ടാക്കിയത്, ഞാൻ ഒറ്റ ഒക്തും തെറ്റാ നിസ്കരിക്കുന്നുണ്ട്, എല്ലാ സമയം പള്ളിയിൽ പോകുന്നുണ്ട് എന്നൊന്നും പറഞ്ഞാൽ നടക്കൂല എന്നാണ്. എന്ത് ചെയ്യണം? വാപ്പാനെയും ഉമ്മാനെയും വിഷമിപ്പിക്കാതിരിക്കും കൂടെ ചെയ്താൽ അവനെന്തുണ്ടാവും? സ്വർഗം കിട്ടും എന്നാണ് ആ ഹദീസിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു കാര്യം, പിന്നെ ഇവിടെ രണ്ടും ചേർത്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഏത്? അള്ളാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക ഉണ്ടോ? അള്ളാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക എന്ന് ഒരുമിച്ച് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആ രണ്ട് കാര്യങ്ങളും കൂടെയും മഹത്വം ചേർത്ത് പറയും. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ഏത് കാര്യത്തിനും എന്തുണ്ട്? ഒരു പ്രത്യേക മഹത്വവും പ്രാധാന്യവും ഉണ്ട് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെന്താണ്? വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അപ്പോൾ ഈ കുടുംബ ബന്ധം എന്നുള്ളത് എന്താണ്? കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ എല്ലാവർക്കും സംശയമുള്ള കാര്യം. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തുണ്ടായിരിക്കും? രക്തബന്ധത്തിലൂടെയുള്ള ആളുകളും വിവാഹബന്ധത്തിലൂടെയുള്ള ആളുകളും ഉണ്ടായിരിക്കും. ഒക്കെ ബന്ധങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അങ്ങനെ നമ്മളുമായി നേരിട്ട് എന്താണ് നമ്മുടെ ഗർഭപാത്രങ്ങളെ അല്ലെങ്കിൽ ജന്മത്തെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ആ ആളുകളെ ആ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? അവരുമായുള്ള എന്തെല്ലാം കടമകളും ബാധ്യതകളുമുണ്ടോ അതൊക്കെ വളരെ കൃത്യമായി നിലനിർത്തുകയും അവർക്കൊരു പ്രത്യേകമായ ദ്രോഹം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരാത്മബന്ധം നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിച്ച് വരണം എന്നാണ്. അപ്പം നമ്മൾ നല്ല പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. പിന്നെ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അവിടെ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? അതായത് അള്ളാഹുവോടും മനുഷ്യന് കടമകളുണ്ട്, അതേപോലെ തന്നെ സൃഷ്ടികളോടും കടമകളുണ്ട്. അപ്പം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള കടമ. അതിൻ്റെ കൂടെ തന്നെ ആരോടുള്ള കടമയും പറഞ്ഞു? കുടുംബ ബന്ധങ്ങളെ പാലിക്കുന്ന കടമയെയും ഓർമ്മപ്പെടുത്തിയില്ല. ഇപ്പം ബന്ധങ്ങൾ, എല്ലാ സൃഷ്ടികളോടും നമുക്ക് കടമകളുണ്ട്. പക്ഷെ ആ കടമകൾ കുടുംബ ബന്ധങ്ങളായി തീരുമ്പോൾ ആ കടമകൾ ഒന്നുകൂടെ എന്ത് ചെയ്യും? വർദ്ധിക്കുന്നുള്ളതാണ്. ഇപ്പം ബന്ധങ്ങളെ നിലനിർത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. എന്നാൽ ഖതിഅത്തുർ റഹിം, കുടുംബ ബന്ധങ്ങളെ മുറിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഈ കുടുംബ ബന്ധം മുറിക്കേണ്ടി വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ കാര്യലാഭങ്ങളും താല്പര്യങ്ങളും വരുമ്പോഴാണ് ഈ ഉടപ്പുറപ്പുകൾ തമ്മിൽ തെറ്റൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കണം. അത് പിന്നെ കാലാകാലം ആ തെറ്റങ്ങനെ നിൽക്കും. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ
ബന്ധങ്ങൾ തമ്മിൽ വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വത്ത് പ്രശ്നങ്ങളുടെ പേരിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പം അതിന് നമ്മൾ പ്രശ്നം, ഇസ്ലാമികമായൊരു അനന്തരാവകാശ നിയമമുണ്ട്, അത് പാലിച്ചാൽ അവിടെ തീർന്നു. ശറ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനി അതൊക്കെ അതിനെ ആരെങ്കിലുമൊക്കെ അതിക്രമപരമായി മറികടക്കുന്നുണ്ടെങ്കിൽ പോലും പടച്ചോണ്ട് ആയിക്കോളെന്ന് വിചാരിക്കാനേ പലപ്പോഴും നമുക്ക് പറ്റുള്ളൂ. മറ്റേ നമ്മളതിന് പോരാടാനും ഏറ്റുമുട്ടാനൊന്നും പോയാലൊന്നും എവിടെ എത്തൂല. ബന്ധങ്ങൾ വഷളാവുക എന്നല്ലാതെ ഒരിക്കലും അത് തിരിച്ചു കിട്ടാൻ പറ്റുന്ന അവസ്ഥ. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പാലിച്ചു പോവുക. അപ്പം അള്ളാഹുവുള്ള കടമയും അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളോടും കുടുംബങ്ങളോടുള്ള കടമകളും നമ്മൾ എന്ത് ചെയ്യണം, നിർവഹിക്കണമെന്നാണ്. എന്നിട്ട് എന്താണ് പറയണത്? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. റഖീബ്, റഖീബുൻ അതീദ് എന്ന് പറയും. റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. മുറാഖബത്ത് എന്ന് പറയും, ഹദീസിലൊക്കെ അങ്ങനെ അധ്യായം. മുറാഖബത്ത്, നിരീക്ഷണം. അള്ളാഹ് എപ്പോഴും നമ്മളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിന് കുറേ വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ നമ്മൾ എന്തു ചെയ്താലും അത് അള്ളാഹു അറിയും. അപ്പം അള്ളാഹിനെ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് കുടുംബ ബന്ധങ്ങളെ പാലിക്കണം, ദാമ്പത്യങ്ങളിൽ അതിൻ്റെ കടമകൾ നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹ് നോക്കണുണ്ട്, പറയാൻ മാത്രമല്ല. ഇതൊക്കെ പാലിക്കണം, തെക്കോ പാലിക്കണം എന്ന് പറയാൻ മാത്രമല്ല, അള്ളാഹ് അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ്. യാതൊരു തർജുമാനുമില്ലാതെ അള്ളാഹു നമ്മളെ നേർക്ക് നേരെ എന്ത് ചെയ്യും, അള്ളാഹ് നമ്മളോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതിൻ്റെ കണക്ക് കൃത്യമായി നമ്മൾ ഓരോരുത്തരും നേർക്ക് നേരെ അള്ളാഹോട് പറയേണ്ടി വരും. അത് എല്ലാം അറിയുന്ന അള്ളാഹു നേരിട്ട് ഓരോ മനുഷ്യനോടും ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പം അള്ളാഹു എല്ലാം കാണും, എല്ലാം അറിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹു നമ്മളെ നിരീക്ഷിക്കും. പിന്നെ മറ്റൊന്ന് പറയണത് ഹയാ ആണ്. അള്ളാഹ് കാണും എന്നതുകൊണ്ട് നമ്മൾ പല തെറ്റും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ആളുകൾ ഞാനൊക്കെ അത് ചെയ്യുന്ന ആളാന്ന് ആൾക്കാർ വിചാരിച്ചാൽ മോശമല്ലേ? അത് ലജ്ജയാണ്. കാണും വിചാരിക്കുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാവും, മറ്റുള്ളവർ കാണുമെന്ന് വിചാരിക്കുമ്പോൾ ലജ്ജ ഉണ്ടാവും. അപ്പം അള്ളാഹു കാണുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല, പടച്ചോൻ കാണുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കണം എന്നാണ്. ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ, ഇത്രയൊക്കെ പൈസ എനിക്ക് തന്നിട്ടും ഞാൻ ഈ തട്ടിപ്പും ഈ 10 റുപ്യക്കും വേണ്ടി ഈ കള്ളത്തരൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ പടച്ചോൻ കാണൂലേ? അവിടെ ലജ്ജ ഉണ്ടല്ലോ, ഹയാ, അതും കൂടെ അതിൻ്റെ ഗണത്തിൽപ്പെടും. അള്ളാഹ് കാണും, അള്ളാഹ് നിരീക്ഷിക്കും എന്ന് പറയുമ്പോൾ ലജ്ജ കൊണ്ട്, അള്ളാഹ് കാണുമല്ലോ എന്ന ലജ്ജ കൊണ്ട് എന്താണ് തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്നുള്ളതും കൂടെ അതിൻ്റെ സൂചനയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ. വളരെ വിശദീകരിച്ചും വിശാലമായും വിശദീകരിക്കപ്പെട്ടൊരു ആയത്താണ് ഈ നമ്മുടെ ഖുതുബത്തുൽ ഹാജ എന്ന് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സംസാരത്തിൻ്റെയും തുടക്കത്തിൽ ഓതാറുള്ള ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ്. നിക്കാഹിനൊക്കെ സാധാരണഗതിയിൽ നിക്കാഹിൻ്റെ മുമ്പ് ഈ 3 ആയത്തുകൾ എന്താണ് പാരായണം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ നിക്കാഹിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നത്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓതി വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ من نفس واحدة وخلق منها زوجها
وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബാക്കി അടുത്ത ക്ലാസ്. സുബ്ഹാനല്ലാഹ്.